സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെ കുറിച്ച് സംസാരിക്കില്ല. അൻസിബ എന്ന് പറയുന്ന കുട്ടി അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തുനിന്ന് അവർ തീവ്രവാദിയാണ്, ജിഹാദിയാണ് എന്നുള്ള ഒരു പ്രസ്താവന പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. അത് എന്നെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട്. വിവരമില്ലായ്മയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നെ അമ്മച്ചി, എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അമ്മ ഏജൻസിയൊക്കെ തല്ലിപ്പിരിഞ്ഞടേ. ഞങ്ങളുടെ നാട്ടില് അമ്മ ഏജൻസി എന്നൊരു ലോട്ടറി കടയുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് അമ്മ ഏജൻസി എന്ന് പറഞ്ഞത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നാളെയാണ് കേരളത്തിന്റെ സൗഭാഗ്യ സോറി, ആ ശബ്ദത്തിൽ ഞാൻ പറയാം, നാളെയാണ് കേരളത്തിന്റെ സൗഭാഗ്യ. ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ. അൻസിബ പരാതി കൊടുക്കുന്നു, നീനാക്കുറു പരാതി കൊടുക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നു നാളെ. എന്റെ പൊന്നടാവേ, എന്തുവാടേ നിങ്ങൾക്ക് ഇതൊന്നും പരിഹരിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഏജൻസി അവിടെ തുറന്നിരിക്കുന്നത്? സെക്രട്ടറിയും കൊള്ളാം, പ്രസിഡന്റും കൊള്ളാം. എന്തായാലും ലക്ഷ്മിപ്രിയ കാരണം കൊണ്ട് ഒരു സങ്കടം വീഴാണ്ട് പൂട്ടിപ്പോയല്ലോ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. നമുക്ക് ശാന്തി വിളച്ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോ കേട്ടാ. ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെ കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ? ഒരു ശതമാനമില്ല. നട്ടാകുരുക 20 ലക്ഷം രൂപയുടെ കേസിലെ പ്രതിയാണ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പോൾ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ? ഞാനാണ് കേസ് കൊടുത്തേക്കണേ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ. അതിന് ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. അപ്പം നട്ടാകുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ എന്ത് പറയാം? ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയണ്ട. 20 ലക്ഷം രൂപ പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിച്ച് കൈക്കലാക്കി എന്നാ പറയുന്നത്. കൊള്ളാൻ കേട്ടത് തിരക്കഥ എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അല്ലെങ്കിൽ ഇവരെന്ത് തിരക്കഥ മുന്നേ എഴുതിയിട്ടുള്ളത്? എന്തോ ഒരു പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും വാ തുറന്ന ഉഷ ചേച്ചി പറഞ്ഞതുപോലെ അത് മാത്രം പറയുന്ന ഒരാളാണെന്നല്ലോ. എന്റെ ശവം പോലും ആരും കാണാൻ വരരുത് എന്നാണ് ചാച്ചി പറഞ്ഞത്. ഉടനെ തന്നെ ഉഷ ചേച്ചി അവിടെ ഇങ്ങോട്ട് പറഞ്ഞത്, വാ തുറന്ന ഉടായ്പ ഉളത്തരം പറയുന്നത്, നിങ്ങളൊക്കെ മരിച്ച ആര് വരുന്നത്, ഞാൻ ആ വഴിക്ക് പോലും വരില്ല എന്നാണ് പറയുന്നത്. കൊള്ളാം. ഇത്രമാത്രം ട്രോൾ ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടാവൂല എന്റെ പൊന്ന് ലക്ഷ്മിപ്രിയ. ബിഗ് ബോസിന്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയത് ഞങ്ങൾ കണ്ട്, അത് കഴിഞ്ഞ് പുറത്ത് കാട്ടിക്കൂട്ടണത് ഞങ്ങൾ കണ്ട്. ഇങ്ങനെ അഹങ്കാരം വെച്ചോണ്ടൊന്നും ഒരു സംഘടനയുടെ മോളിൽ പോയിട്ടൊന്നും ഇരിക്കല്ലേ. ഞാൻ കാര്യമായിട്ട് പറയാണ്. ഇപ്പൊ നാറാനൊന്നുമില്ല, നാറിയൊരു വിധ. അതേപോലെ ബിച്ചുവിന്റെ വീടിന്റെ അടിയിലൊക്കെ ഇവരുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്തൊക്കെയോ വെല്ലുവിളികളൊക്കെ നടത്തുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്ര 10-12 വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ കമന്റ് ഒന്നും വന്നില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൻസിബയ്ക്ക് ശരിക്കും നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. കാരണം ആ ജൽ ബോഡിയിൽ എന്താ പറയുക 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ശ്വേതാമേനെതിരെയുള്ള പരാതിക്ക് എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്? ശ്വേതാമേനെതിരെ പരാതിയില്ല. 67 ലക്ഷം രൂപ പിന്നെ അത് തട്ടിപ്പെന്നല്ല. 67 ലക്ഷം രൂപ കണക്ക് കൊടുക്കാത്തിടത്തോളം കാലം സംശയത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. പിന്നെ ആ ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് 75 ലക്ഷം രൂപ വാങ്ങി 30 ലക്ഷം രൂപ കൊടുത്തു. ഇനി 45 കൊടുക്കാനുണ്ട്. അതൊന്നും ഒരു സംഘടനയ്ക്ക്. അയ്യോ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാ? ഞാൻ 77 ലക്ഷം രൂപയുടെ ഒരു കഥ കേട്ടു. ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് വരും, മേത്ത് നിറച്ച് പെയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കൊള്ളാല. അപ്പൊ 77 ലക്ഷം രൂപ അല്ല, 1 കോടി മുകളിലായി എന്നുള്ളതാണ്. ഇതിനൊക്കെ കണക്കുണ്ടാവുമോ? അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നൊക്കെ ഡൗട്ടുകളൊക്കെ ആളുകൾ പറയുന്നത്. അതായത് അമ്മ എന്ന് പറയുന്ന സംഘടന കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. അതിൽ വരുന്ന ഫണ്ട് അത് അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. 1 ലക്ഷത്തിന്റെ മുകളിൽ ലിക്വിഡ് മണി വാങ്ങാൻ പാടില്ല എന്നും അത് കൃത്യമായി ബാങ്ക് വഴി ആയിരിക്കണം കൈമാറ്റം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? അതൊക്കെ ആർക്കെങ്കിലും അറിയുമോ എന്തിരോ? പിന്നെ അവരൊക്കെ എന്തായാലും IT ഒക്കെ ഫയൽ ചെയ്ത ടീമായിരിക്കില്ലേ? അപ്പൊ ഈ IT ഫയൽ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വരുന്ന ഫണ്ട് സോഴ്സ് കാണിക്കണം. അപ്പൊ 77 ലക്ഷം രൂപയൊക്കെ മാറ്റി വെച്ചിട്ട് 1 കോടിയുടെ മുകളില്. കൊള്ളാം. എനിക്ക് തോന്നുന്നു ജഗദീഷിനെയൊക്കെയാണ് ശരിക്ക് ഇവര് സെക്രട്ടറിയും പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരേണ്ടത്. ജഗദീഷ് ഒക്കെയാണ്, അത്യാവശ്യം നല്ല വിവേകമുള്ള ആളാണ്. പിഷാരടി ഒക്കെയാണ്. അങ്ങനെ കുറച്ച് കാര്യബോധമുള്ള ആളുകൾ. പ്രേംകുമാറൊക്കെ അടിപൊളിയാ. ഇവരൊക്കെ പിടിച്ച് കൊണ്ടേയിരുത്തണം. നമുക്ക് ഇതുവരെ കണ്ടറിവ് പോലും ഇല്ലാത്ത, കേട്ടറിവ് പോലും ഇല്ലാത്ത കുറെ ആളുകളുണ്ട് ആ സംഘടനക്കകത്ത്, അതായത് ഭാരവാഹികളായിട്ട്. ഞാനിതൊക്കെ പിരിച്ചുവിട്ട സമയത്ത്, രാജിവെച്ച സമയത്ത് ഫോട്ടോ കാണുമ്പോൾ ഇതാരടാ എന്നുള്ള ഡൗട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ശ്വേത നേതൃത്വത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തില്ല. അംഗങ്ങളെ കറക്റ്റ് സമയത്ത് ശാസിച്ചിരുന്നെങ്കിൽ, അവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു സാഹചര്യം
ഒഴിവാക്കാമായിരുന്നു എന്നാണ് പല അംഗങ്ങളും സൂചിപ്പിച്ചത്. അത്രേ ഉള്ളൂ. ഒരറിവും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും? ഇതിപ്പോ ജഗദീഷൊക്കെ ആയിരുന്നെങ്കിൽ കൃത്യമായി നടപടി എടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ വിളിച്ചിട്ട് ഒരാൾ വർഗീയവാദി എന്ന് വിളിക്കുന്നു, തീവ്രവാദി എന്നൊക്കെ വിളിക്കുമ്പോൾ അത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടു എന്നും കേട്ടു എന്നും ആളുകൾ സാക്ഷിയും കൂടിയും പറയുമ്പോൾ തീർച്ചയായിട്ടും തീരുമാനം എടുക്കില്ലേ? അല്ല, ഇത് വെറും അമ്മക്കകത്ത് തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമല്ല, ഇത് പുറത്തും കൂടി എത്തും. പോലീസ് കേസും കാര്യങ്ങളൊക്കെ വേണം, അത് വേറെ കാര്യം. എന്നാൽ പോലും അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത മീറ്റിംഗിൽ കൂടാം, അടുത്ത മീറ്റിംഗിൽ കൂടാന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് പരിപാടി? പാടത്ത് ഫുട്ബോൾ ക്ലബിന്റെ പരിപാടിയല്ല. നിങ്ങളവിടെ വലിയൊരു പ്രസ്ഥാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 300 ആൾക്കാരുണ്ട്, അതിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കുട്ടിക്കളി എന്ന രീതിയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ശ്വേതാമേനം പതുക്കെ അങ്ങോട്ട് സ്കൂട്ടായി, തലവേദന സഹിക്കുണ്ടാവില്ല. അത്രക്ക് വലിയ പ്രശ്നമാണ്. 77 ലക്ഷം, അതൊക്കെ കണക്ക് കൊടുക്കണം. ഇതൊന്നും കൂടാതെ എന്തുകൊണ്ടാണ് ടിനി ടോമുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താഞ്ഞത്? അൻസിബക്ക് എന്തുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടാൻ കൂടെ നിന്നില്ല? ഇവരൊക്കെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണല്ലോ, എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഈ ലക്ഷ്മിപ്രിയയുടെ ഒക്കെ ഒരു സ്വഭാവം എന്താണെന്ന് നോക്കാൻ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. അവരുടെ കുറച്ച് ഇടപെടലുകളൊക്കെ പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. എന്തുവാടേ? അൻസിബ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പത്രവുമായി ലിസ്റ്റ് വരുമ്പോൾ ജനപ്രതിനിധിയായ രാഷ്ട്രീയക്കാരനായ ഒരു സൂപ്പർ താരം വളരെ വർഗീയമായൊരു പേര് അവർ വിളിച്ചുകൊണ്ട് ഇവിടെയൊക്കെയാണോ ലിസ്റ്റിൽ, അതൊക്കെ വെട്ടിക്കള, അതൊന്ന് ഒഴിവാക്കിക്കളെ, അത് ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞു. ഈ സൂപ്പർ താരത്തിൻ്റെ കീഴിൽ കുറേ അധികം ആളുകൾ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട്. അതൊരു ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ആളാണ് ടിനി ടോം, അതിൽപ്പെട്ട ആളാണ് ഈ ലക്ഷ്മിപ്രിയ. ഇവരെക്കുറിച്ചുള്ള കംപ്ലയിൻ്റ് എന്താണ്? ഇവരെക്കുറിച്ച് വേറെ ഒന്നുമല്ല കംപ്ലയിൻറ്റ്, ഇവർ വർഗീയത പറയുന്നു, തീവ്രവാദ ആരോപണം നടത്തുന്നു. ഇത്തരം കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ നീനാക്കുറുപ്പും ടിനി ടോമും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. നീനാക്കുറുപ്പ് ഒരു വിശദമായ പരാതി ശ്വേതാമേനോട് കൊടുത്തിരുന്നു. വിശദമായ കഴിഞ്ഞ ഫെബ്രുവരി ഉണ്ടായ ഇൻസിഡന്റിനെ പറ്റിയാണ്. അതായത് നീനാക്കുറുപ്പിനെതിരെ കൈ ഓങ്ങി മർദ്ദിക്കാൻ ചെല്ലുകയും അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തു ടിനി ടോം എന്നുള്ളൊരു പരാതി. എന്തിനാണ് ടിനി ടോം നീനാക്കുറുപ്പിനോട് പ്രശ്നം? ഈ നീനാക്കുറുപ്പാണ് അൻസിബയ്ക്കെതിരെ മോശമായ പരാമർശം നടത്തിയതിന് സാക്ഷി പറഞ്ഞത്. അത് മാത്രമാണ്. ഈ പരാതികളിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള ഗുരുതരമായ പ്രശ്നമാണ്. മറ്റുപോലെയല്ല, ഫണ്ടിന് കണക്കില്ല, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ള ആരോപണം പോലെയല്ല ഇത്. മലയാള സിനിമയിൽ കേൾവിയില്ലാത്ത കാര്യമാണിത്. ഒരു ആർട്ടിസ്റ്റിനെ വർഗീയ പരാമർശം നടത്തുക, സഹപ്രവർത്തകർ എന്നുള്ളത്. ഇത് അമ്മ നേരിടുന്ന പ്രശ്നം മാത്രമല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായിരിക്കും ഇത്. കാരണം ആ ഗ്രൂപ്പ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ സ്വാധീനം വലുതാവുകയാണ്. ആരും ആ സൂപ്പർ താരം ആരാണെന്ന് പറയുന്നില്ലല്ലോ, അയാളെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഇതിന് തുടക്കമിട്ട പരാമർശം നടത്തിയ ആളാണ് അൻസിബ ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോൾ. ഇവളുടെ പേരങ്ങ് വെട്ടിക്കളഞ്ഞേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു മോശം പ്രവണതയാണ്. ഇത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇത് അമ്മയുടെ മാത്രം പ്രശ്നമല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രശ്നമാണ്. ഈ വിവരം അറിയാവുന്ന, ഇതേക്കുറിച്ച് ബോധ്യമുള്ള ഒരുപാട് ആളുകൾ അമ്മയിൽ തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ജഗദീഷ് മത്സരിക്കായിരുന്നാണ്, ജഗദീഷിനെ മത്സരിപ്പിച്ചില്ല, അവസാന നിമിഷം പിന്മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ആളുകൾ കിടന്ന് കരയാണ് ജഗദീഷ് വരട്ടെ എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും എന്താണ് അമ്മയ്ക്കുള്ളിൽ ഉണ്ടാകുന്നതെന്നും അതെത്ര ഗൗരവമുള്ള പ്രശ്നമാണെന്നും മനസ്സിലായിട്ടുണ്ട്. ജഗദീഷ് കുറെ കൂടി ഉന്നതമായി ചിന്തിക്കുന്ന, നല്ല വിവരം വിദ്യാഭ്യാസമുള്ള, കാര്യബോധമുള്ള, രാഷ്ട്രീയ ബുദ്ധിമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് അയാൾ വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ബോളിവുഡിലെ കാണുന്ന രീതിയിൽ ഇൻഡസ്ട്രി മാറി. ആരാണ് ആ സൂപ്പർ സ്റ്റാർ? മനസ്സിലായില്ല. മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ പറയുമ്പോൾ ലാലേട്ടനും പിന്നെ മമ്മൂക്കയേ ഉള്ളൂ. അത് കഴിഞ്ഞ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കൊന്നും ആരും എത്തിയിട്ടില്ല. പിന്നെ രാഷ്ട്രീയ പിടിപാട് എന്നൊക്കെ പറയുമ്പോൾ മുകേഷിനൊന്നും സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ആരും കാണുന്നില്ല, ഗണേഷ് കുമാറിനെ കാണുന്നില്ല. രാഷ്ട്രീയ പിടിപാട് അവരുടെ കയ്യിലാണുള്ളത്. പിന്നെ പിഷാരടിയും ആരും സൂപ്പർ സ്റ്റാർ ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ആൾ കളിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ മീഡിയ വണ്ണൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും വർഗീയവാദി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ടിനി ടോമിന്റെ കേസൊന്നും തേച്ച് മാറ്റി പോയിട്ടില്ല കേട്ടോ, വെറുതെ അങ്ങ് ഓരോന്ന് പറയാന്നുള്ളതാണ്. അതൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്യും. പിന്നെ ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അത് അട്ട നോക്കിയിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. ശരിയായൊരു നടപടിയൊന്നുമല്ല. പിന്നെ സാമുദായിക നേതാക്കന്മാരൊന്നും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ട വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ അങ്ങനെ വിളിച്ചത് എന്ന് ചോദ്യം ചെയ്യേണ്ടത് അവരൊക്കെ തന്നെയല്ലേ? ഇതൊന്നും കൂടാതെ ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒന്നും ഇടപെട്ടില്ല ഈ വിഷയത്തിൽ, അല്ലേ? ഒരാളെ ഇങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മള് മതനിരപേക്ഷത സംസാരിക്കുന്ന ആളുകളല്ലേ, മാനവികത പറയുന്ന ആളുകളല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കാത്തത്? നമ്മൾ പറയുമ്പോൾ ഞാനല്ല കേട്ടാ, നിങ്ങൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഇവിടെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കാരും അതേപോലെ തന്നെ CPIമാരും കമ്മ്യൂണിസ്റ്റുകാരും ഇടപെടൽ നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ഒരു പെൺകുട്ടിയുടെ കൂടെ രണ്ടുപേര് നോമ്പ് നോറ്റു എന്ന് കരുതിക്കൊണ്ട് ഒരു കാര്യവുമില്ലാതെ അവരെ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു ഇവളെന്നൊക്കെ പറയുന്നത് ഊളത്തരം എന്നല്ലാതെ എന്താ പറയാ? എന്നിട്ട് ടിനി ടോമിനെതിരെ FIR ഇട്ടില്ല പോലും. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ ഇടയിൽ ലക്ഷ്മിപ്രിയ ഒരു പോസ്റ്റ് ഇട്ടു, അതിന് മറുപടിയായിട്ട് ഉഷ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ വായിക്കുന്നില്ല, സൈഡിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് വായിച്ചോളൂ. എനിക്ക് കണ്ടിട്ട് ചിരിയാ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവം പോലും കാണാൻ നമ്മൾ വരില്ല എന്നൊക്കെയാണ് ഉഷയിൽ പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ വായിച്ച സമയം കളയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പടപ്പാൾ സൈനിങ് ഓഫ്.